ഓം ഗണപതയേ നമഃ. ഓം നാരായണായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് ശ്രീ മഹാഭാരതത്തിലെ നാഗങ്ങളെ പറ്റിയും സൂര്യതേരാളിയായ അരുണിനെ പറ്റിയുമാണ്. അവർ ജനിച്ച വിവരങ്ങളെ പറ്റിയാണ് പരിശോധിക്കുന്നത്. മരീചി മഹർഷിയുടെ അതിതേജസ്വിയായ ഒരു പുത്രനായിരുന്നു കശ്യപൻ. അദ്ദേഹം ആ പ്രജാപതി കൂടിയായിരുന്നു. അദ്ദേഹം ദക്ഷ പ്രജാപതിയുടെ മക്കളായ കദ്രു, വിനത എന്നീ പുത്രിമാരെ വിവാഹം കഴിച്ചു. ഒരിക്കൽ കശ്യപൻ ഏകാന്ത ധ്യാനത്തിനായിട്ട് പുറപ്പെടുന്ന സമയത്ത് കദ്രുവും വിനതയും ചേർന്ന് ഒരു സങ്കടം ഉണർത്തിച്ചു. ഞങ്ങൾക്ക് കുട്ടികളില്ല എന്നൊരു ദുഃഖം ഉണ്ട്. അപ്പോൾ മുനി അതിന് പരിഹാരം ഏത് വിധത്തിൽ വേണം എന്ന് ചോദിച്ചപ്പോൾ കദ്രു പറഞ്ഞു, എനിക്ക് 1000 നഖങ്ങളെ പുത്രന്മാരായിട്ട് വേണം. വിനത പറഞ്ഞു, എനിക്ക് കദ്രുവിൻ്റെ മക്കളെക്കാൾ വീര്യവും പരാക്രമവും ഓജസ്സുമുള്ള 2 പുത്രന്മാരെ വേണം. അപ്പോൾ മഹർഷി അതിനെ അനുഗ്രഹം കൊടുക്കുകയും ഗർഭം വേണ്ട വിധത്തിൽ സംരക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്തതിനു ശേഷം തപസ്സിനായിട്ട് പുറപ്പെട്ടു. വിനതയും കദ്രുവും തപോ നിരതകളായിട്ട് കാലം കഴിച്ചു. സമയമായപ്പോൾ കദ്രുവിൻ്റെ ഉദരത്തിൽ നിന്ന് 1000 മുട്ടകൾ പുറത്തു കൊണ്ടു. വിനതയ്ക്ക് 2 മുട്ടകളും കിട്ടി. പരിചാരകരെ വേണ്ട വിധത്തിൽ ആ മുട്ടകളൊക്കെ പരിപാലിച്ചു വന്നു. 500 കൊല്ലം കഴിഞ്ഞപ്പോൾ കദ്രുവിൻ്റെ മുട്ടകളെല്ലാം വിരിഞ്ഞ് 1000 നാഗത്താന്മാരുണ്ടായി. വിനത കുറച്ച് ദിവസം കൂടെ നോക്കിയിരുന്ന ക്ഷമ കെട്ടപ്പോഴേ ഒരു മുട്ട എടുത്ത് പൊട്ടിച്ചു. അപ്പോൾ വളർച്ച എത്താത്ത ഒരു കുട്ടി പുറത്തു വന്നു. ആ കുട്ടി മാതാവിനെ ശപിച്ചു, എന്നെ വികലാംഗനാക്കിയത് കൊണ്ട് 500 കൊല്ലം കദ്രുവിൻ്റെ രാശിയായിട്ട് കഴിയാൻ ഇടയാകും എന്ന് പറഞ്ഞ് ആ പുത്രൻ ആകാശത്തേക്ക് ഉയർന്നു പോയി. പോയപ്പോൾ പറഞ്ഞു, എൻ്റെ അനുജനെ കൂടെ ഇതുപോലെ വികലാംഗനാക്കരുത്. അവൻ മാതാവിൻ്റെ ദാസ്യം ഒഴിവാക്കി തരും. അവൻ സ്വയം പുറത്തു വരാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആ പുത്രൻ ആകാശത്തേക്ക് ഉയർന്നു പോയി. അതാണ് സൂര്യൻ്റെ തേരാളിയായ അരുണൻ. പിന്നീട് 500 കൊല്ലം കൂടി കഴിഞ്ഞപ്പോഴേ മറ്റേ മുട്ട സ്വയം വിരിഞ്ഞ് ഗരുഡൻ പുറത്തു വന്നു. ജനിച്ച ഉടനെ അവൻ അമ്മയെ ഉപേക്ഷിച്ച് ആകാശത്തേക്ക് ഉയർന്നുപോയി ബ്രഹ്മാവിനോട് തനിക്കുള്ള ഭക്ഷണം ആവശ്യപ്പെട്ടു. ഇത്രയും പറഞ്ഞ സൂതൻ ഉച്ചൈശ്രവസിനെ പറ്റി പറയാനിടയായി. അപ്പോൾ ശൗനകൻ പറഞ്ഞു, എനിക്ക് മാനസവേഗമുള്ള ആ കുതിരയെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ സൂതൻ അമൃത് ലഭിക്കാൻ വേണ്ടി പാലാഴി കടഞ്ഞതിനെ പറ്റി ഉള്ള കഥകൾ വർണ്ണിക്കാൻ തുടങ്ങി. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. ഓം നാരായണായ നമഃ. ഓം വിഷ്ണുവേ നമഃ.